फलक का दस्तूर खुदा का हुक्म. ഇത് ശരിക്കും KGF എന്ന് പറയുമ്പോൾ അറിയാലോ, അത് ഒരു അമ്മയുടെ വികാരമാണ്. നമ്മളൊക്കെ അമ്മമാരാണ്. അപ്പോൾ ആ ഒരു പറയുമ്പോൾ എനിക്കറിയാണ്ട് കണ്ണുനീര് വരിക. ആദ്യമായിട്ട് 10ാം വയസ്സിൽ ആകാശവാണിയിലൂടെയാണ് ഒരു ചങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം. മികച്ച സംവിധായകനാണ് സാറിന്റെ സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചതാണ്. ഞാൻ തന്നതാണ് എന്നെ. അന്ന് ഡബ്ബിങ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഷേക്കാണ്ടൊക്കെ തന്നിട്ട് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഈ ഭാഷ ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് നമുക്കൊരു സംശയം തോന്നും, സങ്കടം തോന്നും. ഭക്തിയാണ് ശക്തി. നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല ലൈഫിൽ. കേമൻ സാർ ഇങ്ങനെ നിയമസഭ നടക്കുന്ന സമയമാണ്, ലേറ്റ് ആയി കുട്ടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. രൺബീർ കപൂറിന് എൻ്റെ അമ്മ ആയിട്ട്, നായകൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ഗോവർദ്ധന ഗിരിധാര ഗോവിന്ദ സുഭദ്ര പാവക ഭയഹര ഗിരിധാര ഗോവിന്ദ ഗോകുല ഫലക കാ ദസ്തൂർ खुदा का हुक्म और एक माँ की दुआ है कि हाथों की लकीरों को भी रुखसत कर, रोकने से भी नहीं रुकेगा तुम्हारा ये सल्तनत. ഇത് ഷൽമാനന്ദ. നമ്മൾ ഒരുപാട് ഈ ശബ്ദം പലയിടത്തായി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കേട്ടത് KGF ചാപ്റ്റർ 2. പ്രേക്ഷകരാരും മറക്കാത്ത ഒരു സീനാണത്. ആ ഒരു സീനിൽ ആ രംഗം നമ്മളെ വിസ്മയിപ്പിക്കുമ്പോൾ അതിൻ്റെ കഥാപാത്രം, അതിൻ്റെ ശബ്ദം, അതിൻ്റെ സാധ്യതകൾ, അതൊക്കെ ലോകത്തെ വിളിച്ചറിയിച്ചൊരു പ്രിയപ്പെട്ട കലാകാരി, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എന്നെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീമതി ഷൽമാനന്ദയാണ് ഇന്ന് നമ്മൾ മംഗളം TV-യിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ മുഖവരിയൊന്നും പറഞ്ഞ് ഇനി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും 10 വയസ്സിൽ തുടങ്ങിയ ഒരു വലിയ യാത്ര. ഇപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചു, ആ ഡയലോഗ് പറഞ്ഞപ്പോൾ പോലും കണ്ണിന്ന് കണ്ണീരാണ്. അപ്പോൾ ഒരു കഥാപാത്രത്തിന് ശബ്ദം കൊടുക്കുമ്പോൾ അത് ഇൻവോൾവ്മെന്റ് ഹൃദയത്തിൽ നിന്നാണ്. ആ കണ്ണിലെ കണ്ണീര് പറയുന്നത് എന്താണ്? അത് അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നാറുണ്ട്. ഇത് ശരിക്കും KGF എന്ന് പറയുമ്പോൾ അറിയാലോ, അത് ഒരു അമ്മയുടെ വികാരമാണ്. നമ്മളൊക്കെ അമ്മമാരാണ്. അപ്പോൾ ആ ഒരു പറയുമ്പോൾ എനിക്കറിയാണ്ട് കണ്ണുനീര് വരിക. എല്ലാ കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യുമ്പോഴും ആ ഇമോഷനും ആ സിറ്റുവേഷനും അനുസരിച്ച് അങ്ങനെ നീങ്ങാറുണ്ട്. എപ്പോഴും അത് ശ്രമിക്കാറുണ്ട്. മിക്കവാറും നമുക്ക് വളരെ ഇൻറ്റിമസി ഉള്ള, അല്ലെങ്കിൽ ഈ അമ്മമാരുടെ ഡയലോഗ് പറയുമ്പോൾ കൂടുതലും എനിക്ക് തോന്നാറുണ്ട്. അല്ലാതെ തന്നെ കുറച്ച് വികാര നിർഭരമായിട്ടുള്ള സീൻസ് വരുമ്പോൾ അങ്ങനെ കണ്ടു നിറയാറുണ്ട്. ചിലപ്പോൾ കരയുമ്പോൾ നമുക്ക് വളരെ നാച്ചുറലായിട്ട് കരയാൻ പറ്റാറുണ്ട് ചില സമയത്ത്, എപ്പോഴും ഇല്ല. പിന്നെ കുറച്ച് തമാശ അങ്ങനെയൊക്കെ പറയുമ്പോൾ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ സിനിമകളിലൊക്കെ ഓരോ സീന് കാണുമ്പോൾ നമ്മളത് കാണുന്നു, അതിന് വിമർശിക്കുന്നു, കളിയാക്കുന്നു, ട്രോളുകൾ വരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട്. ഒരു വലിയ ടീമിനെ നമ്മൾ മുന്നിൽ കാണുന്നു, പുറകിൽ എപ്പോഴും ഉള്ളവരാണ് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കൂടുതൽ തിരിച്ചറിയുന്നു. പിന്നെ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിലാണല്ലോ ഇത് വരുന്നത്. ഒരുപാട് പേരുടെ അധ്വാനമാണ് അതിൽ. ഓരോരുത്തരും അവരവരുടേതായ റോള് കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ സിനിമ അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് വരുന്നത്. സിനിമയായാലും സീരിയലായാലും ഞാൻ കൂടുതൽ സീരിയൽസിൽ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ആമുഖമില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയണം. 10 വയസ്സിൽ തുടങ്ങിയതാണ് ഡബ്ബിങ്. ഇപ്പോൾ ഇവിടെ ഷൽമ പറയുകയുണ്ടായി 50ാം വയസ്സിലോട്ട് കിടക്കുകയാണ്. ഈ 40 വർഷം, 4 പതിറ്റാണ്ടെന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഈ ഫീൽഡ് ഇങ്ങനെ വിടാതെ പിന്തുടർന്ന ഷൽമയെ സംബന്ധിച്ച് പ്രേക്ഷകരോട്, പുതുതായി ഈ മേഖലയിലേക്ക് ശബ്ദം ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരോട്, വാർത്താ അവതാരകരോട് പറയാനുള്ളത്, പ്രത്യേകിച്ചും തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലെ വാർത്താ അവതരണ മുറികളിലെ ഒരു നിറ സാന്നിധ്യമാണ് ഷൽമ. ആകാശവാണിയിലൂടെ പല പരിപാടികളിലൂടെ നമ്മൾ ഷൽമയുടെ ശബ്ദം പലപ്പോഴായി കേട്ടിട്ടുണ്ട്. അപ്പോൾ 10 വയസ്സിൽ തുടങ്ങിയ ഡബ്ബിംഗ്, ആകാശവാണി, ദൂരദർശൻ, സിനിമാ സീരിയൽ ഡബ്ബിംഗ്, ഇതിനിടയിൽ പാട്ട്, ചില കൊച്ചു കൊച്ചു എഴുത്തിൻ്റെ വഴികൾ, അങ്ങനെ എല്ലാ കലാപരിപാടികളുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി വരാം. എല്ലാത്തിലും പ്രധാനപ്പെട്ട കാര്യം വലിയ സ്റ്റേജ് ഷോകളുടെയൊക്കെ ആങ്കറായും, അതും വളരെ സാംസ്കാരിക സാഹിത്യ നായകന്മാരെ കൊണ്ട് സമ്പന്നമായ സ്റ്റേജ് ഷോകളുടെയൊക്കെ ആങ്കർ എന്ന നിലയിൽ ഷൽമ നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ വന്നൊരു വഴി, ആ 10 വയസ്സുകാരിയിൽ നിന്നും ഇപ്പോൾ ഈ 4 പതിറ്റാണ്ട് കഴിയുമ്പോഴുള്ള അന്നത്തെ കൊച്ചുകുട്ടിയിൽ നിന്നും ഇന്നത്തേക്കുള്ള ഈ പക്വതയിലേക്കുള്ള ഒരു കൊച്ചു യാത്ര പങ്കുവച്ചാൽ എങ്ങനെയാണ്?
അത് കുട്ടിക്കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു, ഫോക്ക് ഡാൻസ് അങ്ങനെയൊക്കെ പഠിച്ചിരുന്നു. അതിനുശേഷം ഭരതനാട്യം കുറച്ച് നാൾ അഭ്യസിച്ചു. അരങ്ങേറ്റം, നൃത്തത്തിൻ്റെ ഒരു അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. കുച്ചിപ്പുടി തുടക്കം കുറിച്ചു, ബേസിക് സ്റ്റെപ്സ് വരെ എത്തിയുള്ളൂ. അത് കഴിഞ്ഞ് തുടർന്ന് നൃത്തം പഠിക്കാൻ സാധിച്ചില്ല. കുറച്ചു കാലം സംഗീതം കുറച്ച് നാൾ പഠിച്ചു. അങ്ങനെ യാദൃശ്യമായിട്ടാണ് എന്നെ അന്ന് പാട്ട് പഠിപ്പിച്ച ഗുരു, അദ്ദേഹം ആകാശവാണിയിൽ ബാലലോകത്തിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് 10ാം വയസ്സിൽ ആകാശവാണിയിലൂടെയാണ് ഒരു മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ആദ്യമായി പുറത്തു വരുന്നത് ആകാശവാണിയിലൂടെയാണ്. അത് 10ാം വയസ്സിലാണ്. ശ്രീപാദം ഈശ്വരൻ നമ്പൂരി എഴുതി പെരുമ്പാവൂർ സാറിൻ്റെ മ്യൂസിക്കിൽ പുറത്തിറങ്ങിയ ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം, ചന്ദ്രികയിൽ കുളിരുന്ന ചിങ്ങമാസം എന്നുള്ള ആ ഒരു വരികളാണ് ആദ്യമായിട്ട് വന്നത്. ആ വരികൾ എന്തായാലും നമുക്കൊന്ന് രണ്ടുപേരും ഒന്ന് പാടിയിട്ടൊന്ന് പോയാലോ? ശ്രമിക്കാം. ചങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം, ചന്ദ്രികയിൽ കുളിരണിഞ്ഞ ചിങ്ങമാസം. മുഴുവൻ ഓർമ്മയില്ല. അന്ന് പാടിയതാണ്. പിന്നെ അതിനുശേഷം അങ്ങനെ അത് പാടിയിട്ടേ ഇല്ല. അതിനുശേഷമാണ് ഒരു 20ാം വയസ്സിലാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. എന്നെ വിജയകൃഷ്ണ സാർ, പിന്നെ സംവിധായകനും നിരൂപകനുമാണ്. പിന്നെ നാഷണൽ അവാർഡ് നിരൂപണത്തിന് കിട്ടിയിട്ടുള്ള എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് വിജയകൃഷ്ണ സാറ്. 20ാം വയസ്സിൽ എന്നെ സാറിൻ്റെ അന്ന് ദൂരദർശൻ്റെ സീരിയലുകളിൽ നല്ലൊരു ശതമാനം സീരിയലുകളും സംവിധാനം ചെയ്തിരുന്ന ഒരു മികച്ച സംവിധായകനാണ് സാറിൻ്റെ സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചതാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല, എനിക്ക് ശബ്ദമാണ്, ശബ്ദത്തിലൂടെ ഒരു ശബ്ദ കലാകാരിയായിട്ട് വരാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഡബ്ബിങ്ങിലേക്ക് കൊണ്ടുവന്നതാണ് എന്നെ. അന്ന് ഡബ്ബിങ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഡബ്ബിങ്ങിൽ എൻ്റെ ഗുരു വിജയകൃഷ്ണ സാറാണ്. ലക്ഷ്മിക്ക് അറിയാം, ഞാൻ പറയാറുണ്ട് സാറ് കാണിച്ചൊരു സാഹസമാണെന്ന്. എന്ന് വെച്ചാൽ ലിപ്പ് സിങ്ക് ചെയ്യുക എന്താണെന്നൊന്നും അറിയില്ല. സ്റ്റുഡിയോയിൽ പോയിരുന്നു. അന്ന് വി ട്രാക്സ്, സംഗീത വിഷൻ, അങ്ങനെ കുമാരപുരത്തുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പം അങ്ങനെ ചില സ്റ്റുഡിയോസിൽ അന്ന് കൊണ്ടുപോയിരുത്തി സാർ ഇങ്ങനെ പറഞ്ഞ് തന്ന് ചെയ്യിച്ചു. അങ്ങനെയാണ് കുറച്ച് സീരിയലുകൾ ചെയ്തു. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി, ഡൽഹി, അങ്ങനെയൊക്കെ ഒരു 10 years ഒരു ഗ്യാപ്പിന് ശേഷമാണ് പിന്നീട് വന്നു. പിന്നീട് സീരിയൽസ്, കുറച്ച് ഫിലിംസ്, പിന്നെ ചിത്രാഞ്ജലി പാക്കേജസിൽ വരുന്ന ചിത്രങ്ങൾ, ധാരാളം ചിത്രങ്ങളിൽ പിന്നെ വോയിസ് കൊടുക്കാറുണ്ട്. അത് കൂടുതലും കലാഭവൻ, വഴുതക്കാട് കലാഭവനിൽ. അങ്ങനെ പിന്നെ ഇപ്പോൾ മൊഴിമാറ്റ ചിത്രങ്ങളാണ് കൂടുതലായിട്ടും, മൊഴിമാറ്റ ചിത്രങ്ങളിലാണ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു KGF-ലെ. എനിക്ക് അതിനൊരു ചെറിയ അവാർഡും കിട്ടി. അപ്പം അങ്ങനെ നല്ല അപ്രീസിയേഷൻ കിട്ടിയ ഒരു സംഗതിയാണ്. അതിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടൊരു അനിമേഷൻ ഫിലിം ഇറങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം. അതും ഹോംബാലെ ഫിലിംസിൻ്റെ തന്നെയായിരുന്നു. അപ്പം ഞാനത് എൻ്റെ ഒരു ഫ്രണ്ട് അനു എന്ന് പറഞ്ഞ, അനുവിൻ്റെ സ്റ്റുഡിയോയിൽ അനുവാണ് അത് ചെയ്യിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ബാംഗ്ലൂർ പോയി അവിടുത്തെ സ്റ്റുഡിയോയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവർ വന്നിട്ട് എനിക്ക് ഷേക്കാൻ്റെ ഒക്കെ തന്നിട്ട് പറഞ്ഞു, KGF Chapter 2-ൽ ശരിക്കും ഒറിജിനൽ ഫിലിം കന്നഡയിൽ വോയിസ് കൊടുത്തതിനേക്കാൾ നന്നായിട്ട് മാഡം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ ഫിലിമിൽ വന്നിട്ട് എനിക്ക് ഷേക്കാൻ്റെ ഒക്കെ തന്നിട്ട് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം അതൊരു നമുക്ക് അംഗീകാരമാണല്ലോ അവരുടെ നാട്ടിൽ. അവർ തന്നെ പറയുകയാണ് ഒരു അങ്ങനെ, അതൊരു സന്തോഷമായിരുന്നു. ഇനി വാർത്താ അവതരണത്തിലേക്ക് വരുമ്പോൾ വാർത്താവതരണത്തിൻ്റെ ശൈലി, രീതി എല്ലാം മാറി. ഇപ്പോഴത്തെ ജേർണലിസ്റ്റുകൾ വാർത്താ അവതാരകരായി മാറുമ്പോൾ എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദൂരദർശൻ്റെ ഒരു പാരമ്പര്യം, അതിൽ നിന്നും ഇപ്പോഴത്തെ ഒരു വാർത്താ അവതരണ രീതി, ഈ രണ്ടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഈ ഭാഷയുടെ ഉച്ചാരണ ശുദ്ധി എന്നുള്ള കാര്യം, അതിൽ വല്ലാതെ കോംപ്രമൈസ് ചെയ്യേണ്ടി പല സ്ഥാപനങ്ങളും വരുന്നുണ്ടെന്നുള്ളതാണ്. ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും. എന്നാലും മലയാളത്തിന് ഇങ്ങനെയൊക്കെ കൊല്ലാമോ? അതെ, നമ്മൾ ആകാശവാണി, ദൂരദർശൻ, സ്കൂൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ലക്ഷ്മി അങ്ങനെ തന്നെയാണല്ലോ. വളരെ നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ലക്ഷ്മി. നമ്മളത് ശീലിച്ചു വന്നു. നമുക്കതിൽ നിന്ന് മാറുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ഓരോ അക്ഷരങ്ങളും പറയുമ്പോൾ ഇപ്പോൾ ധ, ധ, ഖ, ഘ, ഓരോ
അത് ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഖരം, അതിഖരം, മൃദു, ഘോഷം, അനുനാസികം ഓരോന്നും എങ്ങനെ ഉച്ചരിക്കണമെന്ന് നമ്മളെ കുട്ടിക്കാലത്തെ നമ്മൾ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളവരും ഒക്കെ അധ്യാപകരും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ അതൊരു ശീലമായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് മാറിപ്പോവാൻ സാധിക്കില്ലല്ലോ. ഓ ഇപ്പൊ ഉള്ളതിന് എന്താ ഞാൻ പറയാ, അല്ലേ, ഒരു ട്രെൻഡ് അനുസരിച്ച് മാറി അല്ലേ. പക്ഷെ ഭാഷയെ കൊല്ലാതിരിക്കുക എന്നുള്ളത് കൂടിയാണ്. കൊല്ലാതിരിക്കണം എന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അത് കാരണം ഹേമലത ചേച്ചി ആയാലും അളകനന്ദ ചേച്ചി ആയാലും നമ്മുടെ മുതിർന്ന മുന്നിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും പല അഭിമുഖങ്ങളിൽ അവർ പറയാറുള്ള കാര്യമാണ്, മാറ്റങ്ങൾ ആവശ്യമാണ്. പക്ഷേ അത് ഈ ഭാഷയെ നമ്മളിങ്ങനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലുള്ള മാറ്റമല്ല വേണ്ടത്. പ്രസന്റേഷൻ ശൈലിയിലാകാം, പക്ഷേ അത് നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കുറെ കൂടി മയം വേണമെന്നുള്ളത്. ഇപ്പൊ ChatGPT ഇട്ട് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. പല വരികളൊക്കെ എങ്ങനെയാണ് എഴുതി വെക്കുക എന്നുള്ളത് കുറെ കാലം കഴിയുമ്പോൾ ഈ ഭാഷ ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് നമുക്കൊരു സംശയം തോന്നും, സങ്കടം തോന്നും. ഇപ്പൊ കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്ര, ഡൽഹിയിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്കുള്ള മടക്കയാത്ര, ഇതിനിടയിൽ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ, ഒരു സ്ത്രീയാകുമ്പോൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. അതിനെയൊക്കെ വളരെ സധൈര്യം നേരിട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ നമ്മൾ ജീവിത വഴിയിൽ ഇപ്പോൾ ഒരുപാട് ആനുകാലിക സംഭവങ്ങൾ നോക്കുമ്പോൾ പലയിടത്തും പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പല പ്രവണതകളും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരോട് എന്താണ് പറയാൻ തോന്നുന്നത്? മകളുള്ള ആളാണ്, എന്താണ് പറയാൻ തോന്നുന്നത്? എനിക്കൊരു മകളുണ്ട്, അവളുടെ വിവാഹം കഴിഞ്ഞു, 8 മാസം കഴിഞ്ഞു. അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ വിശ്വാസവും അത് മറ്റുള്ളവർ ഏത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ലക്ഷ്മിക്കറിയാം, ഞാൻ പറയാറുണ്ട് ഭക്തിയാണ് എൻ ശക്തി, എൻ ഭദ്രയാണ് ശക്തി എന്ന് ഞാൻ പറയാറുണ്ട്. എൻ്റെ ശക്തി ഭക്തിയാണ്. അപ്പോൾ ഇന്നത്തെ യുവതലമുറയോ അല്ലെങ്കിൽ 22-ാം നൂറ്റാണ്ടിൽ ഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിനെ ആക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ 100% നമ്മളത് എന്ത് വിശ്വാസമാണോ അതിൽ മുറുകെ പിടിക്കുക. എനിക്ക് അതൊരു ഞാൻ ഭദ്രയുടെ ഭക്തയാണ്. അപ്പോൾ എൻ്റെ പരദേവത ഭദ്രയാണ്. അപ്പം ഞാൻ പറയാറുണ്ട്, നമ്മൾ സാധാരണ പറയണ പോലെ ഗൈഡും ഫിലോസഫർ ഫ്രണ്ട് എല്ലാം പറയുക, നമ്മുടെ ഏടത്തിയോ അനിയത്തിയോ കൂട്ടുകാരിയോ എല്ലാം ദേഷ്യം വരുമ്പോൾ അടിയും താക്കാനും ഒക്കെ അങ്ങനെ ഞാനൊരു ആ ഭാവത്തിലേക്ക് എൻ്റെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം സാധിക്കും എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ കൂടുതൽ പറയണോ? വേണ്ട, വിശ്വാസികളെ സംബന്ധിച്ച് ആ രീതിയിൽ എടുക്കാം. ഇപ്പോൾ വിശ്വാസമില്ലാത്ത ശാസ്ത്രീയമായി കാണുന്നവർക്ക് പോലും നമ്മുടെ ഉള്ളിലുള്ളൊരു ബോധമുണ്ടല്ലോ, നമ്മളെ കുറിച്ചുള്ളൊരു ശക്തി, ആ രീതിയിലും അതിനെ കൺവേർട്ട് ചെയ്യാമല്ലോ. സൂപ്പർ നാച്ചുറൽ പവർ. ഞാനിപ്പോ അത് എന്റെ വിശ്വാസം ഞാൻ ദേവി എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ആ ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് ആ ഒരു പവറെ വിചാരിക്കാമല്ലോ. അപ്പൊ ആത്മഹത്യകൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും കൂടി ഒരു മാധ്യമപ്രവർത്തക ജീവിതം അവസാനിപ്പിച്ചു. അപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് നമുക്ക് എന്തിനാ അങ്ങനെ? എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ ദൈവം തന്ന ജീവിതം ദൈവം തിരിച്ചെടുക്കുന്ന സമയം വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നിസ്സാരമായ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിച്ച് പോകുന്നതൊന്നിനും ഒരു പരിഹാരമല്ലല്ലോ. പിന്നെ ഈ കുടുംബത്തെക്കുറിച്ച് നേരത്തെ കുടുംബത്തിൻ്റെ വേരുകളിലേക്ക് പോകുമ്പോൾ ഒരുപാട് സാംസ്കാരിക സാഹിത്യകാരന്മാരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു കണ്ണി കൂടിയാണ് ആ ഒരു പാരമ്പര്യം, അതിൻ്റെ ഒരു കയ്യൊപ്പ്, അത് എങ്ങനെ അനുഗ്രഹമായിട്ട് മാറി, അതുകൂടി പറഞ്ഞാലും. പിന്നെ എൻ്റെ മുത്തശ്ശിയുടെ അമ്മാവൻ്റെ മകളാണ് ലളിതാംബിക അന്തർജനം. പിന്നെ കുറച്ച് അവർ ആ ഫാമിലിയിൽ പൊളിറ്റിക്സും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ അച്ഛനും നാടക അഭിനയം അങ്ങനെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള അത് തന്നെയാണ്. പക്ഷെ അന്ന് തന്നെ അഗ്നിസാക്ഷിയിലൂടെ ഒരു വിപ്ലവം തന്നെയാണ് അന്തർജനം മുന്നോട്ട് വെച്ചതെന്നുള്ളത് കൂടിയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ആ ഒരു സ്പാർക്കൊക്കെ എത്രത്തോളം ജീവിതത്തിൽ, നേരത്തെ പറഞ്ഞല്ലോ ചില പോരാട്ടങ്ങളെ കുറിച്ച്, അതൊക്കെ എവിടെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അത് നമ്മുടെ ഒരു മുത്തശ്ശി തന്നെ അതിന് വഴികാട്ടിയായിട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഇങ്ങനെയും പോരാടാം തീർച്ചയായിട്ടും. നമ്മൾ അങ്ങനെ തോറ്റുകൊടുക്കാൻ പാടില്ല ലൈഫിൽ. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ വരില്ലേ. അത് ലളിതാംബിക അന്തർജനം എന്ന് പറയുന്ന മലയാളം കണ്ട മികച്ച സാഹിത്യകാരി, അതിൻ്റെ ഒരു
തീർച്ചയായിട്ടും അതൊരു പ്രചോദനം തന്നെയാണ്, സംശയമൊന്നുമില്ല. പിന്നെ ഈ സ്റ്റേജ് ഷോകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോഴും അതിലും ഒരുപാട് മാറ്റങ്ങൾ സ്റ്റേജ് ആങ്കറിംഗിൽ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പരമ്പരാഗത ശൈലിയിൽ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, നവോത്ഥാന രംഗങ്ങളോടൊപ്പം അവരോടൊപ്പം ഉള്ള പല ഫോട്ടോസും ഒക്കെ പങ്കുവെക്കുമ്പോൾ ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണെന്ന് പറയാറുണ്ട്. അതിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? ഈ വലിയ വലിയ ആൾക്കാരോടൊപ്പം വേദി പങ്കിടുമ്പോൾ അവരുടെ എഴുത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചവർ, അഭിനയ കുലപതികൾ, അവരെ കൂടെയൊക്കെ നിന്ന അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ ഏതാണ് അതിൽ ജീവിതത്തിൽ ഓർത്തു വെക്കുന്ന ഒരു സംഭവം? ഒരുപാട് സംഭവങ്ങളുണ്ട് എങ്കിലും ഒരു ആങ്കറിങ്ങിൽ ഒരു 10-25 വർഷമായി പല മുഖ്യമന്ത്രിമാര്, ഒരു 6-7 ഗവർണർമാര്, പിന്നെ മന്ത്രിമാര്, പിന്നെ കുറച്ച് അവാർഡ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ഗവർണർ ആയിരുന്ന സമയത്ത് കലാകൗമുദിയുടെ വാർഷിക പ്രോഗ്രാം MS മണി സാറിൻ്റെ അനുസ്മരണമായിരുന്നു. അപ്പോൾ സൗത്ത് പാർക്കിൽ ആ ഫംഗ്ഷന് വന്നപ്പോഴേക്കും നമുക്ക് എപ്പോഴും അറിയാമല്ലോ, ഗവർണർ ആകുമ്പോൾ എപ്പോഴും നമുക്കൊരു ചെറിയ സാധാരണയിലും കൂടുതൽ ഭയം ഉണ്ടാവും. കാരണം ടൈമൊക്കെ കൃത്യമാവണം, നാഷണൽ ആന്തം. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് സാറ് വന്നപ്പോൾ നാഷണൽ ആന്തം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും സാറ് പോഡിയത്തിലേക്ക് വരണതിന് മുമ്പായിട്ട് തന്നെ പ്രശംസിച്ചു തുടങ്ങി. ഞാനിങ്ങനെ നോക്കി, എന്നെ തന്നെയാണോ, അപ്പോൾ നമുക്കിത് അടുത്തതിലേക്ക് ഇങ്ങനെ പോകാനുള്ള. അപ്പോൾ വീണ്ടും മാഡം പിന്നെ ആങ്കറിങ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോഡിയത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടും കൈ കാണിച്ചിട്ട് അവിടെ നിന്നിട്ട് പിന്നെ നന്നായി ആങ്കർ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഹിന്ദിയിൽ ചോദിച്ചു, आपके साथ एक ഫോട്ടോ ലില്ലോ പറഞ്ഞു, വൈ നോട്ട്, ഫോട്ടോ ലേലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, മലയാളി അല്ലേ ചോദിച്ചു. അതെ, ഇപ്പോൾ നന്നായി ഹിന്ദി സംസാരിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും കാണാം, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ട് സംസാരിച്ചു. അപ്പം എനിക്ക് ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടുള്ള ഒരാൾ ഇത്രയും ക്ലോസ് ആയിട്ട് അടുത്ത് വന്ന് നിന്നു, എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അത് സ്റ്റേജിൽ നിന്നും അത് ഇത്രയും പേര് നിൽക്കുമ്പോൾ എന്നെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്കൊരു അവതാരക എന്നുള്ള നിലയിൽ വലിയൊരു അംഗീകാരമാണത്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ അല്ലാതെയും പുരസ്കാരങ്ങൾ നിരവധി കിട്ടിയിട്ടുണ്ട്, നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവതാരകയായിട്ട് പിന്നെ ഒരുപാട് പേര്, ഉമ്മൻചാണ്ടി സാറ്, കെ മണി സാറ് ഇങ്ങനെ നിയമസഭ നടക്കുന്ന സമയമാണ്, ലേറ്റ് ആയി കുട്ടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അവർ സുഗതകുമാരി ടീച്ചർ, ഒരുപാട് പേര് അങ്ങനെ ഇന്നില്ലാത്ത പലരും നമുക്ക് വിഷമം തോന്നും. അങ്ങനെ സാഹിത്യരംഗത്തായാലും രാഷ്ട്രീയത്തിലെ അധികാരന്മാർ അങ്ങനെയൊക്കെ അവരുടെയൊക്കെ കൂടെ. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ CM പിണറായി സാറ് കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല അനുഭവങ്ങളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മോശം അനുഭവങ്ങൾ അവതാരക എന്നുള്ള നിലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി 2 കാര്യങ്ങൾ കൂടി, അതായത് നമ്മളിപ്പോൾ കാണുന്ന പല സീരിയലുകളുടെയും ശബ്ദം അത് ഷൽമയാണെന്ന് അറിയുമ്പോൾ ഒരു പക്ഷേ കുടുംബ പ്രേക്ഷകർക്ക്, അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏഷ്യാനെറ്റിൽ ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഏജിനുള്ള ക്യാരക്ടേഴ്സിനും ചെയ്യാറുണ്ട്, കുറച്ച് മുത്തശ്ശി അച്ചമ്മ ക്യാരക്ടറും ചെയ്യാറുണ്ട്. ഏഷ്യാനെറ്റിൽ പോകുന്ന പത്തരമാറ്റിലെ മുത്തശ്ശി ബിന്ദു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ബിന്ദുമ്മയുടെ വോയിസ്, അതിൽ മുത്തശ്ശി മൂർത്തിയുടെ അനന്തമൂർത്തി, ക്രിസ് വേണുഗോപാലിൻ്റെ വൈഫായിട്ട് അഭിനയിക്കണം, അതിന് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ അച്ചമ്മ മായയുടെ അച്ചമ്മയുടെ വോയിസ്, അത് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ടെലികാസ്റ്റ് തീർന്നിട്ടേ ഉള്ളൂ പവിത്രം, അതിൽ അനില ശ്രീകുമാറിന് വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുതുതായിട്ട് ഇവർ വിവാഹിതരായാലെന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ തന്നെ തുടങ്ങിയ അതിൽ മീരയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ സംഗീത രാജേന്ദ്രൻ, പിന്നെ വേറെ ശൈലജ കൊട്ടാരക്കര ശ്രീധരനാഥ് സാറിൻ്റെ മകളെ ശൈലജയ്ക്ക് കുറേ ഇതിൽ കൊടുത്തു. പിന്നെ രശ്മി ബോബന് കുറേ സീരിയൽസിൽ കൊടുത്തു. പിന്നെ ഇപ്പോൾ സൂര്യ TV പോകുന്ന ഹൃദയം, അതിൽ നിവേദിത, നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ ശ്രീശാന്തിൻ്റെ സിസ്റ്ററും കൂടിയാണ്, നിവിക്ക് വോയിസ് കൊടുക്കുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ. ഈ വട്ടപ്പൊട്ടുകാർ സീസണിലായി മാത്രം പ്രതികരിക്കുന്നവരാണെന്നും ചില വിഷയങ്ങളിൽ പ്രതികരിക്കുന്നേ ഉള്ളൂ, വട്ടപ്പൊട്ടുകാരൊക്കെ ഫെമിനിസ്റ്റുകാരെന്നൊക്കെയാണ് ചിലരുടെ ഒരു അടക്കം പറച്ചിൽ. അതിനോട് ഷൽമ യോജിക്കുന്നുണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റ് ഒന്നല്ല. പക്ഷേ ശരിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം, ഭാരതത്തിൻ്റെ അർദ്ധനാരീശ്വര സങ്കല്പം, അതിൽ നമ്മൾ പുരുഷനും സ്ത്രീക്കും തുല്യമായ പ്രാധാന്യമാണല്ലോ. സ്ത്രീ പുരുഷനെയും ബഹുമാനിക്കണം, പുരുഷൻ സ്ത്രീയെയും ബഹുമാനിക്കണം. ആരും ആരുടെയും അടിമയല്ല. സ്വതന്ത്രമായിട്ട് നമുക്ക് പരസ്പരം സ്നേഹിച്ച് വിശ്വസിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോഴുള്ളൊരു സുഖമില്ലേ,
ആരായാലും ഇപ്പം മറ്റൊരു ഫാമിലി ആയാലും അവർ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ അവർ പാർട്ട്നേഴ്സ് പരസ്പരം അത്രയും സ്നേഹിച്ച് പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ അവർക്കുള്ള സ്പേസ് രണ്ടുപേരും കൊടുത്ത് ജീവിക്കുക. അല്ലാതെ അതിനിടയ്ക്ക് ഒരു ഫെമിനിസത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല കേട്ടോ. പുരുഷപക്ഷവും ഇല്ല, സ്ത്രീപക്ഷവും ഇല്ല, മനുഷ്യപക്ഷമാണ് ഉള്ളത്. രണ്ടുപേരും തുല്യമാണ്. ഇനി ഈ പേരിലൊരു കൗതുകം കൂടെ, ഷാലിമ എന്ന് കേട്ടിട്ടുണ്ട്, സൽമ എന്ന് കേട്ടിട്ടുണ്ട്, ഷൽമ എന്ന് കേട്ടപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചിരുന്നു, അതൊരു പൂവിന്റെ പേരാണ്, എന്തോ ഒന്ന് പറഞ്ഞിരുന്നു. ഷാൽമ എന്ന് വെച്ചാൽ ഷാൽമലി. ഷാൽമലി എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഇലവ് വൃക്ഷമാണ്. ഷാൽമലി തരു, അതാണ് ഇലവ് വൃക്ഷം. പിന്നെ ഗോകർണത്ത് ഗംഗാനദിയുടെ ഒരു ട്രിബ്യൂട്ടറി ഉണ്ട്, ശാൽമഗംഗ. അത് ഇലവ് വൃക്ഷം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഗംഗാനദി ഒഴുകി വന്ന് മഹാദേവനിലേക്ക് പതിക്കുന്നു, ഗോകർണേശ്വരനിലേക്ക് പതിക്കുന്നു. അതാണ് ശാൽമഗംഗ. പിന്നെ ശാൽമല ദ്വീപമുണ്ട്. നമ്മുടെ ഭാരതം ജംബുദ്വീപമാണ്, അതുപോലെ ശാൽമല ദ്വീപം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ അച്ഛനൊരു സംസ്കൃത അധ്യാപകനായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിച്ചിട്ട പേരാണ് ഷാൽമ. പിന്നെ നന്ദ എൻ്റെ അമ്മയുടെ പേരാണ്, നന്ദ ഭഗവതി, ലളിതാ സഹസ്രനാമത്തിലൊക്കെ വരുന്ന. അപ്പം അങ്ങനെ ഷാൽമ നന്ദ എന്നുള്ള പേര് ഒരു പിന്നെ ചുരുക്കം, അധികം ആളുകൾക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ KGF-ലെ കഥാപാത്രം നമ്മൾ മറന്നിട്ടില്ല, അതിപ്പോഴും അതെന്നും ഓർക്കുന്നു. ഇപ്പോൾ അതിന് ശേഷം വന്നത്, നേരത്തെ നരസിംഹ അവതാരത്തെക്കുറിച്ചുള്ള സിനിമയുടെ കാര്യം പറഞ്ഞു, അതോടൊപ്പം പിന്നെ ഏതൊക്കെയാണ്? അതിനുശേഷം കബ്സ എന്ന് പറഞ്ഞ ഒരു ഫിലിം വന്നിരുന്നു. അതൊരു ദേശസ്നേഹം കാണിക്കുന്ന ഒരു ഫിലിമാണ്, കന്നഡ ഫിലിം. അതിൽ ആക്ട്രസ് സുധ, പിന്നെ മാരീസ് എന്ന് പറഞ്ഞിട്ട് തമിഴ്, അതിൽ സിതാര അംബിക, രണ്ടുപേർക്കും പ്രധാന കഥാപാത്രങ്ങളാണ്. അതില് ഒരേ സമയം രണ്ടുപേർക്ക് ഡബ് ചെയ്യുമ്പോൾ 2 മോഡുലേഷൻ, കുറച്ച് വോയിസ് ഒക്കെ മാറ്റി അങ്ങനെ ഞാൻ കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അതുപോലെ തന്നെ അനിമൽ എന്ന് പറയുന്ന ഫിലിമില് പിന്നെ രൺബീർ കപൂറിന് എൻ്റെ അമ്മ ആയിട്ട്, നായകൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പിന്നെ ഹിന്ദി ഒരു നടിയാണ്, അവർക്ക് എൻ്റെ വോയിസ് ആയിരുന്നു. പിന്നെ 83-ൽ പിന്നെ രൺവീർ സിംഗിൻ്റെ അമ്മയായിട്ട് നീന ഗുപ്തയ്ക്ക് എൻ്റെ വോയിസാണ്. പിന്നെ വേറൊന്ന് ജയസുധ, ആക്ടർ ജയസുധയ്ക്ക് പിന്നെ മിസ് ഷെട്ടി, മിസ്റ്റർ പോളിഷെട്ടിയോ അങ്ങനെ എന്തോ ഒരു അതിൽ ജയസുധയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ റാണ എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചു കാലമായി മധുബാലയ്ക്ക് കൊടുത്തു. അത് ഒരു കന്നഡ ചിത്രമാണ്. അത് അടുത്ത ചിന്ന വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഭാഷകളിലെയൊക്കെ മികച്ച നടിമാരുടെ, അവരെ അഭിനയിച്ച മികച്ച കഥാപാത്രങ്ങളെ മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ശബ്ദ സാന്നിധ്യമാകാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമാകുന്നു. ഏതായാലും ശബ്ദ സാന്നിധ്യം കൊണ്ട് പേര് അനർത്ഥമാക്കുന്നത് പോലെ നിറഞ്ഞൊഴുകട്ടെ. എല്ലാവിധ ആശംസകളും. മംഗളം ടിവിക്കും കൂടി ഒരു ആശംസ. മംഗളം TV വീണ്ടും പ്രൗഢിയോടുകൂടി തിരിച്ചു വരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. മുൻപും ഈ ചാനലിൻ്റെ ഈ ഫ്ലോറിൽ വന്നിരുന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാ ആശംസകളും. ധാരാളം നല്ല നല്ല പരിപാടികളുമായിട്ട് മംഗളം വീണ്ടും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.